ഇന്ന് ജനുവരി 30 രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ നാഥുറാം വിനായക് ഗോഡ്സെ കൊന്ന ദിവസമാണ്. മാർട്ടിയേഴ്സ് ഡേ എന്ന പേരിൽ ഇന്ത്യയും ലോകവും ഇത് ആചരിക്കുന്നു. ഒരു ജീവിതകാലം മുഴുവൻ അഹിംസയുടെ സിദ്ധാന്തങ്ങൾ ലോകത്തിന് പറഞ്ഞുകൊടുത്തു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വ്യക്തിത്വങ്ങളിൽ ഒരാളായി പല നൂറ്റാണ്ടുകളിൽ, പല സഹസ്രാബ്ദങ്ങളിൽ ഈ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യനായി നിന്ന മഹാത്മാഗാന്ധിയെ എന്തിനാണ് ഗോഡ്സെ കൊന്നത്? ആ കൊല്ലുന്നതിൻ്റെ കാരണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മാത്രമല്ല, ലോക ജനതയുടെ ഒരു വിശ്വഗുരു കൂടിയായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്, വരും തലമുറകൾ ഇത്തരത്തിലുള്ളൊരു വ്യക്തി മജ്ജയിലും മാംസത്തിലും ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചെന്ന് വരില്ല എന്ന്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ സ്വീകരിച്ച് ആ രാജ്യങ്ങളുടെ നന്മയിലേക്ക് പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. മാർട്ടിൻ ലൂതർ കിങ്, അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ നേതാവ്, പറയുന്നുണ്ട്, യേശുക്രിസ്തുവാണ് തനിക്ക് ലക്ഷ്യങ്ങൾ തന്നത്, എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനുള്ള മാർഗങ്ങൾ കാണിച്ചു തന്നത് ഇന്ത്യയിലെ മഹാത്മാഗാന്ധിയാണ്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബാരക് ഹുസൈൻ ഒബാമ പറയുന്നുണ്ട്, ഇന്ത്യയോട് എൻ്റെ താല്പര്യം രാമായണവും മഹാഭാരതവും മഹാത്മാഗാന്ധിയും ആണ്. അങ്ങനെ ലോകത്തിലെ എല്ലാ വ്യക്തിത്വങ്ങളും, എല്ലാ രാജ്യങ്ങളിലെ വ്യക്തിത്വങ്ങളും മഹാത്മാഗാന്ധിയെ ആദരിക്കുന്നതായി കാണാം. യേശു ക്രിസ്തുവിൻ്റെ മരണശേഷം ലോകത്തിലുള്ള ഏറ്റവും വലിയ ട്രാജഡിയാണ് മഹാത്മാഗാന്ധിയുടെ മരണം എന്ന് ഉദ്ഘോഷിച്ച ഒരുപാട് ക്രിസ്ത്യൻ പാസ്റ്റർമാർ ഉണ്ട്. ആ അർത്ഥത്തിൽ ലോകത്തിൻ്റെ ഏറ്റവും കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു കേന്ദ്ര ബിന്ദുവായി മഹാത്മാഗാന്ധി മാറിയിരുന്നു എന്ന കാര്യത്തിൽ സംശയം. വരും നൂറ്റാണ്ടുകളിലേക്കും ലോകത്തിന് തന്നെ അങ്ങനെ ഒരു മാർഗദീപമായി പ്രവർത്തിക്കും എന്ന വിഷയത്തിലും തർക്കം കാണില്ല. നോബൽ കമ്മിറ്റി മഹാത്മാഗാന്ധിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കാത്തതിൽ റിഗ്രറ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് പലർക്കും നൽകുമ്പോൾ അത് മഹാത്മാഗാന്ധിക്കുള്ള ഒരു അക്നോളജ്മെന്റ് കൂടിയാണെന്ന് പറയുകയുണ്ടായി. മാർട്ടിൻ ലൂതർ കിങ്ങിന്, നെൽസൺ മണ്ടേലയ്ക്ക്, ഓങ് സാങ് സൂക്കിക്ക്, ദലൈ ലാമയ്ക്ക് ഒക്കെ കൊടുക്കുമ്പോൾ ഇറ്റ്സ് ആൻ അക്നോളജ്മെന്റ് മഹാത്മാഗാന്ധി ഓഫ് ഇന്ത്യ എന്നും കൂടി പറയുന്നുണ്ട്. മഹാത്മാഗാന്ധി രാജ്യസ്നേഹി ആയതുകൊണ്ടാണ്, പാട്രിയോട്ട് ആൻഡ് നാഷണലിസ്റ്റ് ആയതുകൊണ്ടാണ് തങ്ങൾ അന്ന് നോബൽ സമ്മാനം കൊടുക്കാതിരുന്നു എന്ന രീതിയിൽ തന്നെ നോബൽ സമ്മാന നോർവീജിയൻ കമ്മിറ്റിക്ക് വ്യാഖ്യാനങ്ങളും നിലപാടുകളും ഉണ്ട്. അപ്പോൾ മഹാത്മാഗാന്ധി കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും ആദരിക്കപ്പെട്ട വ്യക്തിയാണെന്ന കാര്യത്തിൽ, ഈ നൂറ്റാണ്ടിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തിയാണെന്ന കാര്യത്തിൽ തർക്കമുണ്ടാകും. ഇന്ത്യയുടെ അതിശക്തനായ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ ഒരിക്കൽ പറയുകയുണ്ടായി, കഴിഞ്ഞ 1000 വർഷങ്ങളിൽ ഈ ലോകത്ത് ജനിച്ച ഏറ്റവും വലിയ മനുഷ്യൻ മഹാത്മാഗാന്ധിയാണ് എന്ന്. ഗാന്ധി സങ്കല്പ യാത്രകൾ നടത്തണമെന്നാണ് ശ്രീ നരേന്ദ്രമോദി അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും മറ്റും നിഷ്കർഷിക്കുന്നത്. ശ്രീമതി സോണിയാഗാന്ധി, കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തിയായ, ഏറ്റവും ആദരിക്കപ്പെടുന്ന നേതാവ്, ഇന്ത്യൻ മതേതരത്വം, മതസൗഹാർദ്ദം ഗാന്ധിയൻ മതസൗഹാർദ്ദമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയൊക്കെ ഉണ്ടായി. ബ്രിട്ടീഷ് രാജിനെ നിലത്തിറക്കിയ ഹിന്ദു ആക്ടിവിസ്റ്റാണ് മഹാത്മാഗാന്ധി എന്ന് ശ്രീ ശശി തരൂറിനെ പോലുള്ളവർ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലും പറയുന്നു. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത്? അതിന് ഗോഡ്സെയുടെ പശ്ചാത്തലവും ഗോഡ്സെയുടെ ആശയ ലോകവും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യം. ഇന്ന് മഹാത്മാഗാന്ധിയെ പോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തി നാഥുറാം വിനായക് ഗോഡ്സെയാണ്. ഇന്ത്യയിൽ പൊതുവെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ബ്രാഹ്മണ സമുദായത്തിലാണ് നാഥുറാം വിനായക് ഗോഡ്സെ ജനിക്കുന്നത്. നാഥുറാം വിനായക് ഗോഡ്സെ ഒരു ബ്രാഹ്മണിക്കൽ ഫാസിസ്റ്റ് അല്ലെങ്കിൽ ഷോവനിസ്റ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അങ്ങനെ മാറി എന്ന് പറയാം. ഈ രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കും. 99% ബ്രാഹ്മണരും സമാധാനവാദികളും നാടിൻ്റെ ബഹുസ്വരതയെ അംഗീകരിക്കുന്നവരും മഹാത്മാഗാന്ധിയെ ആദരിക്കുന്നവരും ഒക്കെയാണ്. പക്ഷേ ഈ 1% ബ്രാഹ്മണിക്കൽ എന്ന് പറയുന്ന ആൾക്കാർ, അവർ എന്നും ഷോവനിസ്റ്റുകളാണ്. ബാക്കിയുള്ളവരുടെ മേൽ അധികാരം അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ അടിച്ചു താഴ്ത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ഇസ്ലാമും ഇസ്ലാമിസ്റ്റും പോലെയുള്ള വ്യത്യാസം. ഇസ്ലാം ഒരു മതമാണ്, വിശ്വാസമാണ്, ജീവിത പദ്ധതിയാണ്. എന്നാൽ ഇസ്ലാമിസം ഒരു അധികാരത്തിന് വേണ്ടിയുള്ള ഐഡിയോളജിയാണ്. അതേപോലെ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഏറ്റവും പരമപവിത്രവും ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ബിന്ദുക്കളിലും ഒന്നാണ്. എന്നാൽ ബ്രാഹ്മണിക്കൽ എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റ് പോലെ ഉള്ളൊരു ചിന്താധാരയും രാഷ്ട്രീയ അധികാര പദ്ധതിയും കൂടിയാണ്. ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊല്ലുന്നതിൻ്റെ പ്രധാന കാരണം, ഗോഡ്സെ അന്നത്തെ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റീസിൻ്റെ പ്രൊഡക്റ്റാണ്. അന്ന് വാട്സപ്പ് ഇല്ല, പക്ഷേ അന്നത്തെ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി, ആലങ്കാരികമായി പറഞ്ഞാൽ അർദ്ധസത്യങ്ങളും കള്ളങ്ങളും, പൂർണ്ണമായ കള്ളങ്ങളും കാൽഭാഗം സത്യങ്ങളും ഒക്കെ വെച്ച് ഈ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ കരുത്തുന്ന, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയിലുള്ള ചിന്തകളുള്ളൊരു വ്യക്തിയാണ് ഈ നാഥുറാം വിനായക് ഗോഡ്സെ. ജീവിതത്തിൽ ക്രിയാത്മകമായ പുള്ളി ഒന്നും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതായത് ബ്രിട്ടീഷുകാരോട് നാട് മുഴുവൻ പോരടിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സമരത്തിൽ പോലും പങ്കെടുത്ത് ജയിലിൽ പോയതായി നമുക്ക് കാണാൻ കഴിയില്ല.
ഇനി 2, പാർട്ടീഷൻ കാരണം വേദന കൊണ്ടാണ് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കള്ളമാണ്. കാര്യം പാർട്ടീഷന് മുമ്പ് 1944 മുതൽ ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ശ്രമിച്ചതായിട്ടുള്ള പല രേഖപ്പെടുത്തലുകളും 1934 പോലും ഗോഡ്സെയുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ഗോഡ്സെവാദികൾ എന്നന്ന് വിളിക്കപ്പെടുന്ന ഈ അൾട്രാ റൈറ്റിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടായതായി കാണാം. ഈ പാർട്ടീഷൻ കാരണമാണ്, ഇന്ത്യ വിഭജിച്ചത് കാരണമാണ് ഗാന്ധിജിയെ കൊല്ലാൻ ഗോഡ്സെ തീരുമാനിച്ചെങ്കിൽ ഇന്ത്യ വിഭജിക്കുന്നതിന് നേതൃത്വം കൊടുത്ത മുഹമ്മദ് അലി ജിന്നയുടെ മേൽ ഒരു കല്ല് പോലും ഗോഡ്സെ എറിയാറുമില്ല. അപ്പോൾ അതൊക്കെ വെറുതെ പറച്ചിലിന് വേണ്ടി പറയുന്നത് മാത്രമാണ്. ഗോഡ്സെക്ക് ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളാണ്, നിറം പിടിപ്പിച്ച കഥകളാണ്, അയഥാർത്ഥ്യമായ അൺറിയലിസ്റ്റിക് ആയ ഇല്ലാത്ത കാര്യങ്ങളുടെ ഗ്ലോറിഫിക്കേഷനാണ് ഗോഡ്സെ പലപ്പോഴും ചെയ്യുന്നത്. അഖണ്ഡ ഭാരതം അടക്കമുള്ള കോൺസെപ്റ്റ്സ് ഗോഡ്സെ പറയാറുണ്ട്. എന്താ ഇപ്പം നമ്മൾ പറയുമ്പോൾ ആലങ്കാരികമായി നമുക്ക് പറയാൻ കഴിയുന്നൊരു കോൺസെപ്റ്റാണ്. പക്ഷേ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്, പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ജീവിക്കുന്നത് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അന്നും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് അവരെയെല്ലാം തിരിച്ച് ഇന്ത്യയുടെ കീഴിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഒരു ഹിന്ദുത്വ ഫെനാറ്റിക് എന്നൊക്കെ പറയുന്നൊരു ലൈനാണ് ഗോഡ്സെ പലപ്പോഴും എടുത്തിരുന്നത്. അതിൻ്റെ ആവശ്യവുമില്ല. യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയാണ് ഹിന്ദു ആക്ടിവിസ്റ്റ്. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ശ്രീരാമഭക്തനായ, പശുക്കളെ സംരക്ഷിച്ചിരുന്ന, നമ്മുടെ എല്ലാ ആചാരങ്ങളുടെയും മര്യാദകളുടെയും പാരമ്പര്യങ്ങളും ആഘോഷിച്ചിരുന്ന, ക്ഷേത്രപ്രവേശത്തിന് വേണ്ടി ഹിന്ദുക്കളെ ഒന്നിപ്പിച്ചിരുന്ന മഹാത്മാഗാന്ധിയാണ് യഥാർത്ഥത്തിൽ ഹിന്ദു ആക്ടിവിസ്റ്റ്. ഗോഡ്സെ ഈ എക്സ്ട്രീം റൈറ്റ് അല്ലെങ്കിൽ ഹാർഡ് റൈറ്റ് എന്നൊക്കെ വിളിക്കപ്പെടാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്. ഗോഡ്സെയുടെ ഈ ചിന്ത, ഗോഡ്സെയുടെ ചിന്തയുടെ ഒരു ഉദാഹരണം ഇന്ത്യയുടെ കൊടിയാണ്. നമ്മുടെ കൊടിയിലെല്ലാം നമുക്ക് ത്രിവർണ്ണം അറിയാം. പലപ്പോഴും ആൾക്കാർക്ക് അറിയില്ല, നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല. നെഹ്റുവിയൻ സ്റ്റേറ്റ് സിലബസ് നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കാത്തതാണ്. ഈ കാവി നിറം അത് ഹിന്ദു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഈ വെള്ള എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെയും പച്ച എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയും. കുറെ കൂടെ വികസിപ്പിച്ച് പറഞ്ഞാൽ ഏപ്രിൽ 13, 1921 മഹാത്മാഗാന്ധിയും പിങ്കാളി വെങ്കയ്യയും കൂടി നമ്മുടെ ഫ്ലാഗ് ഡിസൈൻ ചെയ്യുമ്പോൾ മഹാത്മാഗാന്ധിയാണ് കളർ ചോയ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം റെഡിഷ് ഓക്രെ, ഈ സാഫ്രനെക്കാട്ടി കുറച്ചുകൂടെ കടുത്തൊരു റെഡിഷ് ഓക്രെ കളർ അടക്കം ഇതിൽ വേണമെന്ന് ആദ്യം പറയുന്നുള്ളൂ. അത് ധാർമ്മിക് റിലീജിയൻസിന് വേണ്ടി, ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജെയിൻ, സിഖ് എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ ധാർമ്മിക് റിലീജിയൻസിന് വേണ്ടിയാണ് വിഭാവനം ചെയ്തത്. പച്ച എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. വെള്ള എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, പാഴ്സികൾ അടക്കമുള്ള നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്കും സമാധാനത്തിനും വേണ്ടിയാണ്. ഗോഡ്സെ വിശ്വസിച്ചിരുന്നതും വാദിച്ചിരുന്നതും ഇതൊരു സാഫ്രൻ ഫ്ലാഗ് ആക്കണം. മഹാത്മാഗാന്ധി സാഫ്രൻ ഫ്ലാഗ് ആക്കുന്നതിനെതിരെ നിൽക്കുക എന്നുള്ളതാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ബഹുസ്വരത റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ കൗതുകമുള്ളൊരു കാര്യം, AICC കറാച്ചി സമ്മേളനത്തിൽ അന്നത്തെ പാകിസ്ഥാനിൽ 1931 ഒരു ഫ്ലാഗ് കമ്മിറ്റിയുണ്ട്. 31-32 കാലഘട്ടങ്ങളിലാണ്. ഒരു ഫ്ലാഗ് കമ്മിറ്റിയിൽ കോൺഗ്രസിലെ ആൾക്കാർ പോലും ചേർന്ന് ഇന്ത്യക്കൊരു കാവി പതാക മതി എന്ന് പറയുന്നു. പക്ഷെ ആ കാവി പതാകയല്ല, ഇന്ത്യക്ക് ബഹുസ്വര ത്രിവർണ്ണ പതാക വേണം എന്ന നിലപാടെടുക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ എല്ലാ കാര്യങ്ങളും ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ്, ഐക്യം കൊടുക്കാനാണ്, ഒരുമിപ്പിക്കാനാണ്. ആ രീതിയിൽ ആ ഒരുമ ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഗോഡ്സെ ആഗ്രഹിച്ചിരുന്നില്ല. ആ രീതിയിൽ ഗോഡ്സെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു ആക്ടിവിസ്റ്റിനെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ജനിച്ച ഏറ്റവും വലിയ മനുഷ്യരിൽ ഒരാളെ, ബുദ്ധന്റെയും മഹാത്മാഗാന്ധിയുടെയും നാടാണ് ഇന്ത്യ എന്ന് ശ്രീ നരേന്ദ്രമോദിയൊക്കെ പറയാം. ആ രീതിയിൽ ബുദ്ധനോളം, യേശു ക്രിസ്തുവിനോളം, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തോളം ചേർത്ത് വെക്കാൻ കഴിയുന്നൊരു പേരുകാരനാണ് മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയെ അറിയാനും ഗോഡ്സേവാദികളുടെ, അൾട്രാ റൈറ്റിന്റെ അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷത്തിന്റെ മഹാത്മാഗാന്ധിയോടുള്ള എതിർപ്പറിയാനും നമ്മുടെ അടിസ്ഥാനം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി എന്ന ലോകാരാധനായ വ്യക്തിത്വത്തെ ഗോഡ്സെ കൊല്ലാൻ കാരണം. ഗാന്ധിജിയുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഗാന്ധിജിയുടെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത ഇല്ലാതാക്കാനും സമാധാനം ഉണ്ടാക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ, മഹാത്മാഗാന്ധി പാകിസ്ഥാനിലേക്ക് ഒരു യാത്ര നടത്താൻ അവസാന കാലത്ത് തീരുമാനിച്ചു. ആ രീതിയിൽ ആ ബഹുസ്വരതയിൽ ലോകവും, ഇന്ത്യയും ലോകവും സമാധാനത്തോടെ പോകണം എന്ന ആഗ്രഹം മഹാത്മാഗാന്ധിക്കുണ്ടായിരുന്നു, ഗോഡ്സെക്കില്ലായിരുന്നു. ആ സമാധാനത്തിന് വിലങ്ങുതടിയ ആകാനാണ് ഗോഡ്സെ ആഗ്രഹിച്ചത്. ആ ഗോഡ്സെയുടെ ഡിസ്ട്രക്ഷന് വിലങ്ങുതടിയായി നിൽക്കുന്ന, ഗോഡ്സെയുടെ വിദ്വേഷ പ്രചരണത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ഗോഡ്സെ തീരുമാനിക്കുന്നത് ഈ മധ്യവർത്തിയായ, ബാലൻസ്ഡ് ആയ, സെൻസിബിളായ നിലപാടുകൾ എടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവിനെ സ്മരിക്കാം. രഘുപതി രാഘവ രാജാറാം, പതീത പാവന സീതാറാം, ഈശ്വര അല്ലാ തേരോ നാം, സബ്കോ സന്മതി ദേ ഭഗവാൻ. ഈശ്വരനെന്നും അല്ലാ എന്നും യാഹു എന്നും വ്യത്യസ്ത പേരുകളിൽ നമ്മൾ വിളിക്കുന്ന ആ ശക്തി സ്വരൂപത്തിൻ്റെ പ്രാർത്ഥനകളോടെ ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ, മഹാത്മാഗാന്ധിയുടെ പാത ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.